കട്ടൻ 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 ഒരു ലാർജ് ആണെന്ന് വിചാരിച്ച് എല്ലാരും അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താടി നീതിലുള്ള ബ്രാൻഡോ വിസ്കിയോ ചേർത്തിട്ടുണ്ടോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്നുള്ള ഡാഡി വരുമ്പോ കൊണ്ടുവരാറുള്ളതല്ലേ, അതിന്റെ ബാലൻസ് ഇവിടെ കാണാതിരിക്കത്തില്ലല്ലോ. അതോർത്ത് മക്കള് വിഷമിക്കണ്ട, ബാക്കി ഇരുന്നാ തന്നെ അത് അടിച്ചു തീർക്കാൻ എനിക്കറിയാം. എന്താടാ മൈക്കിള്, നിനക്കെന്താ ഒരു തിങ്കിങ്? എന്ത് തിങ്കിങ്? ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതല്ല, പ്രാക്ടീസിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? അതറിഞ്ഞില്ലേ? അവന് പ്രേമം. ഇവന് വട്ട. ഇല്ല സോണിയ, ഇത് സത്യമാ. കുട്ടിക്കാലം മുതലേ ഞാൻ നിന്റെ കൂടെ ഇല്ലേടാ. നിനക്കെന്താടാ എന്നോട് പ്രേമം തോന്നാത്തെ? പിന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരു സാധനം ഓടി. ഡാ, എത്രയോ പെൺകുട്ടികൾ നിന്നെ പ്രേമിക്കാൻ കൊതിച്ച് നമ്മുടെ കോളേജിൽ നടക്കുന്നെന്നറിയോ? നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, ഒരു ഉമ്മയ്ക്ക് വേണ്ടി. ആണോ? അയ്യടാ, കൂടുതലങ്ങ് സുഖിച്ചു അല്ലേ? ബഷീർക്ക, ചായ. മോനെ, ബാക്കി ഇവിടെ പറയടാ. പ്രേമിച്ചു കഴിഞ്ഞ് കെട്ടിപ്പിടുത്തൊക്കെ നടന്നോ? ഉമ്മെങ്കിലും കൊടുത്തോടാ. കൊടുക്കുമ്പോ മെസ്സേജ് അയക്കാം, പറ്റുമെങ്കിൽ വാട്സപ്പിൽ വിടാം. പോരെ? ചായ മാത്രം മതിയോ മൈക്കിൾ മോനെ? ചായ മാത്രം മതി ബഷീർക്ക. ആ, മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നോ? ആ, ഈ മൈക്കിൾ മോൻ വിചാരിച്ചതുകൊണ്ട് ഭംഗിയായി നടന്നു. നന്ദിയുണ്ട് മോനെ. എന്താ ബഷീർക്ക ഇത്? റിയാലിറ്റി ഷോയിൽ നല്ലൊരു തുക എനിക്ക് സമ്മാനം കിട്ടി. അതിൽ ഞാൻ കുറച്ച് ഇക്കായ്ക്ക് തന്നു, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ ചായ എടുക്കാം. ഹായ് ജോമോൻ, പിന്നെ കാണാം. ഓക്കേ. ഹായ്. എടാ ജോമോനെ, നിന്നെ തല്ലാൻ ചെരുപ്പൂരിയവളല്ലടാ അവള്. ഇതെന്ത് മറിമായോടാ നീ അവളോട് ചെയ്തേ? മറിമായം തട്ടിയും മുട്ടിയൊന്നും അല്ല, ഒരു ടേക്ക് ഇറ്റ് ഈസി പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു. നീ പറ, ഈസി ആയിട്ട് എടുക്കണമെന്ന് കേട്ടിട്ട് തീരുമാനിക്കാം. ഈ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ ഒരു ദിവസം ഞാൻ ലവേഴ്സ് പാർക്കിലേക്ക് നുഴഞ്ഞു കയറി. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. എന്നെ തല്ലാൻ വന്ന ഈ ആൻസിയും അവളുടെ കാമുകനായ ജിമ്മിയും കൂടി ചേർന്ന് വിശാലമായൊരു ടച്ചിങ് സീൻ. ആൻസി എന്നെ സത്യമായിട്ടും പ്രേമിക്കുമല്ലോ അല്ലേ? പിന്നല്ലാതെ, നിനക്ക് എന്നെ വിശ്വസിക്കാടാ. ഞാനതൊക്കെ എന്റെ ഫോണിൽ അങ്ങ് സേവ് ചെയ്തു. എണീക്കടാ, നീ ഇത്ര വൃത്തിയായിട്ടവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് അടങ്ങ് എന്റെ മൈക്കിളെ, നീ ബാക്കി പറയണ്ട ജോമോനെ. തെളിവില്ലാതെ പപ്പയൊന്നും വിശ്വസിക്കില്ല. ഉണ്ടല്ലോ. ദേ, ഞാനിത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇട്ടാൽ നിന്റെ പപ്പ മാത്രമല്ല, നിന്നെ കെട്ടാൻ വരുന്ന ലണ്ടൻകാരെ ചെക്കൻ വരെ കാണും. ജോമോനെ, എടാ നീ കുഴപ്പമൊന്നും കാണിക്കരുത്. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാ. ജിമ്മിയെ വേണ്ടെന്ന് വെക്കട്ടെ, എന്നിട്ട് നിന്നെ പ്രേമിക്കാം. എന്നാ പിന്നെ ഇപ്പോഴേ പ്രേമിച്ചു തുടങ്ങാം. നിന്റെ മനോഹരമായ ഈ കവിൾത്തടം, അതാണ് എനിക്കിഷ്ടം. ആ കവിൾത്തടത്തിൽ ഒരു ഉമ്മ തരട്ടെ? തന്നോളൂ. നിന്നെ സമ്മതിച്ചു. എവിടെ കലക്കി, നീ പോടാ. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഫ്രണ്ട് സോണിയെ കാണണ്ടേ? ആ ലവേഴ്സ് പാർക്കിലേക്ക് ചെല്ല്, കൂടെ അലക്സും ഉണ്ട്. രണ്ടും നല്ല ഫോമില. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നീ എനിക്ക് തന്നത്? വേണ്ട വേണ്ടെന്ന് പറയുകയും പിന്നെ കൈ നീട്ടുകയും ചെയ്ത ഞാൻ എന്താ ചെയ്യുക? നമ്മളിപ്പോ ലവേഴ്സ് പാർക്കിലാ അല്ലേ? അതൊക്കെ എനിക്കറിയാം. ഒരെണ്ണം കൂടെ തരട്ടെ, ലാസ്റ്റ് ഡോസ്. അതോടെ കഴിഞ്ഞാൽ നീ സ്വർഗത്തിലെത്തും. ഇപ്പൊ തന്നെ ഞാൻ സ്വർഗത്തിലാ. നിനക്ക് കിടക്കണോ? എന്റെ വീട്ടിലേക്ക് പോവാ, വാ. എന്റെ വീട്ടിലെത്തിയാൽ നിന്നെ ഞാൻ മറ്റൊരു സ്വർഗം കാണിക്കാം. അവന് വിട്ടേക്ക്. സോണിയ, മൈക്കിളോ? എടാ മൈക്കിളെ, നീ ഇപ്പൊ പൊയ്ക്കോ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും.